ദാമു ചോദിക്കണ്ട് ഇപ്പൊ മുണ്ടനൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ വല്യമ്മ ആഗ്രഹിച്ചിരുന്നു. റാഷി ഹാപ്പി അല്ലേ? റാഷി ആ സ്പെഷ്യൽ അനൗൺസ്മെന്റിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? അളിയനെ ഹാപ്പി അല്ലേ? മോനറിയില്ലമ്മ, ഞാനൊരു ഭരണം ഭരിക്കും. അങ്ങനെ ഞാനും റാഷിയും വീടൊക്കെ ക്ലീൻ ആക്കി ഇതാ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അല്ലേ റാഷിയ? ഇനി നമുക്ക് ഇന്നെന്താ പരിപാടി? ഡിസ്ചാർജ് ഇങ്ങനെ പറയുന്നുണ്ട്. ഡിസ്ചാർജ് ആക്കുകയാണെങ്കിൽ ഇപ്പനെ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ മുന്നായിട്ട് എനിക്ക് ഇപ്പനൊന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വണ്ടി എന്താ സർവീസിന് കൊടുക്കണം. കാരണം പൊടിയും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ, അല്ല ക്ലീൻ ആയിട്ട് തന്നെ സർജറി ഒക്കെ കഴിഞ്ഞല്ലേ. അല്ല റാഷിയിലേക്ക് കയറാൻ പറ്റുമോ? ആ സ്ഥിരാണല്ലേ, എനിക്ക് ഈ വഴിയൊക്കെ അറിയാലേ. ഞങ്ങള് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. പിന്നില്ലാതെ ഇപ്പന്റെ റൂം ക്ലീൻ ആക്കി, വീട് അടിച്ചു വരി, ഫാനും ക്ലീൻ ആക്കി, ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കിളിക്ക് ഫുഡ് കൊടുത്ത് ഇപ്പൊ എന്റെ കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കണം. ഇപ്പനെ കാണാത്തവരൊക്കെ വിഷമിക്കുന്നുണ്ട്, കാരണം ഇപ്പൊ കുറെ നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന കേട്ടോ. ദാമു ഒക്കെ ഇതിൻ്റെ ഉള്ളില്ല. ദാമു നോക്കുന്നു, ഒരിക്കതാ തീറ്റ ഇതിൽ കൊടുക്കണം. ഇവിടെ മോളിൽ എടുത്തിട്ട് ഞാൻ രാവിലെ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒന്നും കൂടി കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ ഡാ, ഇപ്പം ഇന്ന് വരും കേട്ടോ. ഓക്കെ ഡാ, ഒരു മിസ് ചെയ്യണ്ട, അവർക്ക് മിസ് ചെയ്യണ്ട നിങ്ങൾക്ക്. രാമോ ഈ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി പോവും കേട്ടോ. അല്ല മോളെ, ഇപ്പൊ കൊണ്ടുപോയി ഇപ്പൊ തന്നെ കൊണ്ടുവരും. പിന്നെ അമ്മ വേറൊരു കാര്യമുണ്ട്, സിംഗിന്റെ ഉമ്മയും വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. ഓൺ ദി വേ ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പൊ വീട്ടില് ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നാളെ വരും സ്പെഷ്യൽ അനൗൺസ്മെന്റ്. എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളെ ഗസ്സിങ് റെഡി ആണോ നോക്കണല്ലോ അല്ലെ എമ്മ? ഇന്നത്തെ വീഡിയോയിലെ ഒരാൾ പറയുന്നുണ്ട് സ്വാമിന്റെ വീഡിയോയിലുള്ള അതന്നെ അതന്നെ. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ കുറച്ച് തടിച്ചല്ലോ, ഗ്ലാമർ ആയല്ലോ ഇവിടെ കിടന്നപ്പോ. കുടിക്കൂ, പിന്നെ തിന്നു. ദാമു ചോദിക്കണ്ട് ഇപ്പൊ മുണ്ടനൊന്നുമില്ല. ആദ്യം വിളിക്കും, ഒച്ചപ്പാടും വർത്താനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വർത്താനൊന്നും പറയുന്നില്ല ചേട്ടാ. ഞാൻ വിചാരിച്ചില്ല പാക്കാക്കി കൊണ്ടുവരാം. പിന്നെ നമ്മളെ നമ്മളെ പിടിച്ച് പുറത്താക്കിയാലോ വിചാരിച്ചിട്ടാ. ആ വർത്താനം ഇപ്പൊ വർത്താനൊന്നുമില്ല. ഞാൻ അന്ന് 2 പ്രാവശ്യം പോയിട്ടും വർത്താനം. ഇല്ല, മിനിയാന്നൊക്കെ വിളിച്ചതല്ലേ. മിനിയാന്നൊക്കെ വർത്താനം വിളിച്ചതും ഒക്കെയാണ്. ഇന്നിപ്പോ വിളിയൊന്നുമില്ല. അതിമ്മ നനഞ്ഞിട്ട് വീണ്ടും നമ്മള് തോരട്ടിട്ടുണ്ട്. നമ്മള് ശരിക്കും ഒരു കുടുംബിനിയായി. അപ്പൊ നാളത്തെ അനൗൺസ്മെന്റ് അനക്കാണല്ലോ കാര്യം, നമുക്ക് കാര്യമില്ലല്ലോ. ഞാൻ നാളെ മുതൽ ഇപ്പന്റെ അടുത്ത് നിൽക്കാൻ പോവാ. ആണോ? ഞാൻ ഇതേ ഒരു പഠിക്കും. മറ്റേ തുപ്പാള്ള ഒരു സംഭവം, കോളാമ്പിയും പിന്നെ ചാരി കസാരയും പണിയൊക്കെ നമ്മളല്ലേ. പാവം നമ്മളെ പറ്റി മനസ്സിലാക്കണം. അതായത് രാവിലെ ഇവിടുന്ന് രാത്രിയാണ് പോവുക, എന്നിട്ട് രാവിലെ വീട്ടിലെ പണികൾ നേരത്തെ എണീച്ചിട്ട് 6 മണിക്ക് 6:30 എന്താ പാവപ്പെട്ട ഞാൻ ചായ ഉണ്ടാക്കണോ? അതെ കണ്ടില്ലേ, ചായ ഉണ്ടാക്കിയാണ്. പക്ഷെ എനിക്ക് ചായ ഒന്നുമില്ല. അത് ഒരുമാതിരി സ്വഭാവം. അമ്മ താത്തന്റെ അവിടെ ഞമ്മക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് താത്തന്റെ വീട്ടിൽ നിന്നാ പുട്ടും ബീഫും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇവനുള്ള പ്ലേറ്റും കാര്യമൊക്കെ എടുത്തിട്ട് ഇതാക്കുന്നുണ്ട്. ഇവന് സ്വന്തം പുതിയ ചോദിക്കണം. ഇന്നലാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ ആലോചിക്കണം കാക്കന് ഇതൊക്കെ കഴിഞ്ഞ് തീർന്ന്. എല്ലാരും റാഷിന് 2 ചീത്തെങ്കിലും കമന്റിൽ പറയാം. ഓരോ ഒറ്റപ്പൂതി കഴിക്കുന്നു. ഞാൻ അവിടെ ഒരു ഇതാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഓൺക്കുള്ള പ്ലേറ്റ് കൂടി നമ്മൾ കൊണ്ടുവന്നു.
ആ മേശ ഒന്ന് തുടച്ചു വെക്കാൻ തിന്ന മേശ തുടച്ചു വെക്കാൻ പറഞ്ഞ അവിടെ ഇതുവരെ ഞാൻ പ്ലേറ്റ് കഴുകിയൊക്കെ ഉണ്ടാവും. ഇന്ന് തിന്ന പ്ലേറ്റ്, കറിന്റെ പാത്രം, ആ പുട്ട് കൊണ്ടുവന്ന പ്ലേറ്റ് എല്ലാം കഴിച്ചു. ഓന്റെ പ്ലേറ്റും കഴിച്ചു. അതല്ല ഇവനും ഞെല്ലും ചെയ്യോ, ഇവനും ഞെല്ലും അനൗൺസ്മെന്റ് പറമ്പിലാണ് ജയറാമായാൻ പോവാണ്. ഇതിനെക്കാട്ടും വെള്ളിയാഴ്ച വന്നിട്ട് പാപ്പ പള്ളിക്ക് പോയിട്ടില്ല. അതല്ല ഞാൻ ഇത് പറഞ്ഞതാ. ഏത് ഉപമ അല്ല, ബനാന ടോക്ക്. ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ അല്ല ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ? അല്ല ഇപ്പൊ ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്താണ് സുഖവാസത്തിന് വന്നതാന്ന് വിചാരിച്ച? അതെന്താ അറിയോ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇമ്മ അന്ന് കിടന്നപ്പോ നമുക്ക് ലിമിറ്റഡ് ഫുഡ് അല്ലേ പറ്റുള്ളൂ. അതിന്റെ പകരം വീട്ടാണ് അല്ലേ നിങ്ങള്? അല്ല അതിനിപ്പൊ വന്ന് നോക്കിട്ടില്ല. അന്ന് ആ ഓപ്പറേഷത്തിന് ഒന്ന് വന്ന് 2 തുള്ളി കണ്ണീരിട്ടിച്ച് പോയതാ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഇന്ന് മുതലാക്ക. അതെ, ഇരുന്നല്ല തിന്ന് മുതലാക്കാന്ന് പറയും. പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇപ്പൊ നന്നായി, ഇതോടുകൂടിയിട്ട് ചീത്തൊന്നും അറിയില്ല. അപ്പൊ ഭയങ്കര ദയനീയാവസ്ഥ ആയിരിക്കും വിചാരിച്ചിട്ട് ഞാൻ വലിയ സ്നേഹത്തിലൊക്കെ നോക്കുക. ഇത് പഴയമായി ഒരു മാറ്റമില്ല. നമുക്ക് 1/2 മണിക്കൂർ വൈകിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു ഞാൻ. മാറ്റം വന്നാലാണ് എല്ലായിടത്തും വേദന വന്നത്. എന്റെ തലച്ചോറൊക്കെ വേറെ ആയ മാതിരി ആയിരുന്നു. ബടായും പറയണ്ട അപ്പൊ അതിന്റെ അടുത്ത് കാശിയെ വയ്യാത്ത ആൾക്ക് റെസ്റ്റ് കൊടുക്കിങ്ങള്. ഇപ്പനെ രോഗിയെ നോക്കാൻ വന്ന ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഈ ക്ഷീണിതരായി കിടക്കണത്. ഓരെ നോക്കാൻ വേണ്ടിട്ട് മറ്റൊരു ഡോക്ടറെ വിളിക്കേണ്ട അവസ്ഥയാണല്ലോ ഇപ്പൊ. പുഷ്കര എണീറ്റ്. അല്ല നല്ല ബെസ്റ്റ് ബൈസ്റ്റാൻഡേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വണ്ടിക്കൊന്ന് കഴുകാണ്ട്. പിന്നെ റാശിയ ഉണ്ട് കേട്ടോ, ഉണ്ട് 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 ഉണ്ട്. അത് ഇത് എന്റെ അതൊന്നല്ല. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരട്ടാ. നമ്മളെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് വണ്ടി ഇതവിടെ വാഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു കാര്യമുണ്ട്, സിങ്കിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കുറച്ചേരായി ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇടയിൽ പെട്ടുപോയതാണ്. അപ്പം അതിന്റെ ഇടയിൽ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതിന്റെ ക്ലിപ്പ് ഞാൻ അവിടെ ഇട്ടുതരാം. അതായത് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വരുമ്പോൾ ജയിൽ റോഡിന്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു പുക. ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ, ഞാൻ വെച്ച് വണ്ടി പൊട്ടിത്തെറിച്ചിട്ടാണെന്ന്. പൊട്ടിത്തെറിച്ചല്ല, വണ്ടിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും വലിയ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ആ സിഗ്നലിന്റെ അവിടെ ആ വണ്ടിന്റെ തൊട്ടടുത്തായിട്ട് നിന്ന്, അല്ലോ നമ്മളെ വണ്ടിയും CNG ആണല്ലോ. പേടിച്ചു പോയിരുന്നു മോനെ, ഫുൾ പുകയായിരുന്നു ആ ഭാഗത്ത്. ഓക്കെ, അങ്ങനെതാ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ വണ്ടി കുട്ടപ്പനായി. പക്ഷെ ഫുള്ള് ചളിയിലാണ് നിർത്തിയേക്കുന്നത്. സൈഡ് കുഴപ്പമില്ല. നല്ല ബിരിയാണിന്റെ മണണ്ടല്ലോ. ആണോ? ബിരിയാണി എന്നാ ചെയ്യുന്നത്? ഇല്ല, കഴിച്ചില്ല. എങ്ങനെയുണ്ട് എന്റെ മുടി? ഞാൻ കുട്ടിമോനായില്ലേ, കുഞ്ഞാപ്പിയായില്ലേ? ആ, എന്തായി? പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ആ, അതെ, എനിക്ക് ചിരിക്കാൻ തോന്നണമെന്നില്ല. കാരണം ഞമ്മളല്ല ഇത് നിങ്ങളെ കൊണ്ടുവന്നപ്പെടുന്നത്. നിങ്ങളെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞമ്മളും അതിന്റെ കൂടെ നിൽക്കണ്ട. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോലും വരാത്തത്, നിക്കാത്തത്, ഞാൻ എന്റെ കാര്യം പോലും കാണിക്കാത്തത്, ഇപ്പൊ ഇവർക്ക് വേണ്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? ഇതൊക്കെ കൗണ്ടിങ് വേണം കേട്ടോ. വാട്ടർ കണ്ടന്റ് കേറുന്ന എന്താണെങ്കിലും കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിലും കൗണ്ട് ചെയ്യണം എന്നാണ്. മണിക്കൂർ ഒന്നായി ഇപ്പൊ വേറൊരു കാര്യണ്ട്, TV അല്ലെങ്കിൽ കുലിനെ നോക്കണില്ലേ പുറത്തേക്ക്? കുലിനൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. കുലിനെ നോക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഞാൻ ഇവിടെ വന്നപ്പോ നല്ല ബിരിയാണിന്റെ മണം ഇല്ലമ്മ, അതുകൊണ്ട് നേരെ തന്നെ പോയിട്ട് ബിരിയാണി. അതെ, കൊതി മൂത്തിട്ട് ബിരിയാണി.
അമ്മ അപ്പച്ചിയുടെ ഇപ്പൊ ബാത്റൂമിലുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ടൈം ആയില്ലേ? സ്പെഷ്യൽ അനൗൺസിന്റെ കാര്യം അത് അവിടെ വീട്ടിലെത്തിയിട്ടല്ലേ? ഒരു നിങ്ങൾ ഗസ് ചെയ്യട്ടോ എന്താന്നുള്ളത്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ വല്യമ്മ ആഗ്രഹിച്ചിരുന്നല്ലേ അമ്മ? കുറച്ച് ദിവസം മുന്നേ കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? അല്ല ഇപ്പനെ കെടുത്തിയാണോ ഇവനാണോ കെടുത്തിയത്? ഞങ്ങൾ അവര് വരുമ്പോൾ ഞാനും ആ ഇപ്പ ഇങ്ങക്കുള്ള ഇഞ്ചക്ഷൻ ഇവനക്ക് മാറ്റി വെച്ചെന്ന്. ഇങ്ങക്കുള്ള ഇഞ്ചക്ഷൻ ഇവനക്ക് മാറ്റി വെച്ചിക്കിടുന്നത്. എണീക്കണില്ല, ക്ഷീണോട് ക്ഷീണം. അല്ല സിസ്റ്റർ വിളിച്ചിട്ട് ഒരു ട്രിപ്പ് ഇടാൻ പറയട്ടെ. നോക്കട്ടെ നോക്കട്ടെ, ആ ഡ്രസ് ഒന്ന് എണീറ്റ് തന്നെ കാണട്ടെ നമ്മളൊന്ന്. അത് ശരിയാണല്ലോ. ഇതൊരു നല്ല രസം കേട്ടോ, വെറൈറ്റി ആവും. ബോച്ചന്റെ വെള്ളയും ഇപ്പന്റെ ലൈനും അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമ്മളെ ആൾക്കാരൊക്കെ പറയട്ടെ. അപ്പൊ നമ്മളിതാ പാക്കിങ്ങിലാണ്, ബില്ല് സെറ്റിൽ ചെയ്യാണ്. കുറെ പണിയുണ്ട്. റാശിയെ ബില്ലിന്റെ ടൈം ആയപ്പോ എനിക്കൊരു കിടത്തം എണീറ്റ്. അല്ല ബില്ല് സെറ്റിൽ ചെയ്യാൻ ടൈം ആയിക്കിന്. എടാ എണീക്ക് ഉമ്മ, ബില്ലിന്റെ ടൈം ആയതുകൊണ്ടാട്ടോ ഇരുത്തം. നിസ്കരിക്കില്ല. അല്ലമ്മ, ഞാനിവിടെ കുറച്ചേരായി ഈ വണ്ടി ഇടാൻ പറ്റാത്തോടത്ത് നിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതാ ഒന്ന് വീട്ടിൽ പോവാണല്ലേ? എപ്പനെ വിളിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് റെഡി ആക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടി അതെ. പിന്നെന്തായിരുന്നു ഒന്ന് റെഡി ആക്കാണ്ടല്ലേ അല്ലാത്ത ഭാഗങ്ങള് പോലെ പിടിച്ചോളി. വണ്ടി ഓടിക്കല് ഇപ്പോഴും പഠിച്ചിട്ടില്ല കേട്ടാ. ഇജ്ജ് ചെരിഞ്ഞു പോകാന്നല്ലാതെ വണ്ടി ചെരിക്കാൻ നോക്കണത് ഇജ്ജെന്തിനാ ചെരിണ്? ഇവന് ആ വണ്ടി തട്ടിയതോട് കൂടിയിട്ട് അതല്ല, അത് അറിയാതായി പോയതാ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ നമ്മളെ ഇന്നെ കിട്ടണ്ട നിങ്ങള്? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പൊ അതില് പെട്ടെന്ന് ഈ വണ്ടി അടുത്തേക്ക് വന്നപ്പോ ഞാൻ ഇങ്ങനെ ആയി പോയതാ. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് ഇച്ചിരി പാഠം പഠിച്ചെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പറഞ്ഞ് പോണ ഇപ്പൊ നോക്കിട്ടല്ലേ പോണത്? ഇപ്പൊ 10, 20, 30 അതാണ് വണ്ടിന്റെ സ്പീഡ്. അന്ന് ഇപ്പനായിട്ട് പോയത് ഭയങ്കര സ്പീഡിലല്ലേ? അതാ. പിന്നെ അല്ലെങ്കിൽ അറിഞ്ഞൂടെ എന്റെ ഡ്രൈവിംഗ് ഞാൻ ഭയങ്കര സംഭവല്ലേ. ഞാനതല്ല, ഇപ്പൊക്കെ സുഖമില്ലേനു. ഇവരിപ്പോ പോയ ആ വളവില്ലേ അതിന്റെ ഇടയിൽ റാഷിനോട് എന്താ സ്പീഡിൽ അങ്ങനെ പോണില്ല. ഞാൻ അത് പോവുണ്ട്, ഞാൻ ഇന്ത്യയിൽ മാക്സിമം സ്പീഡിലാ പോയത്. അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ മനസ്സിലായില്ല നിങ്ങക്ക്? മുന്നിന്ന് പറയാത്തത്, മുന്നിന്ന് ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, ടെൻഷൻ അടിപ്പിക്കണ്ട വെച്ചിട്ട് നമ്മൾ തമാശയൊക്കെ പറഞ്ഞു. ഇപ്പൊ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് നാളെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സംഭവം ആണെങ്കിൽ പോലും ഇപ്പനെ ആലോചിച്ചിട്ടാണ്. അതെ അതെ അതെ, പെട്ടെന്ന് ചെയ്യുന്നല്ലേ. പറഞ്ഞേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇമ്മന്റെ പോലെ ഇരിക്കും, ഞാൻ ഇമ്മന്റെ പോലെ ഇമ്മക്കൊക്കെ മാറിയിട്ട് ഇമ്മനെ ഡിസ്ചാർജ് മാറ്റി നമ്മളെല്ലാരും കൂടെ വീട്ടിലൊക്കെ നിക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരിതാണ്. എന്ത് ഈ ഒരു വഴി ഇപ്പൊ നമ്മള് ഫിക്സ് ചെയ്യുന്ന വഴി അല്ലേ? ഇവരൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ അതൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒന്നിച്ച് നിന്ന് ഇവര് താഴെ വരുന്നില്ല, മുകളിൽ തന്നെയാണ്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാ. അപ്പൊ ഈ സർപ്രൈസ് അതിനൊക്കെ ഒരു പലഹാരമാവും അല്ലേ? അതെ, അതാണ് പറയാനുള്ളത്. അത് ഇല്ല അമ്മച്ചി, എങ്ങനെ എന്താണ് നിങ്ങക്ക് നിങ്ങളെ മോൻ അറിയില്ലമ്മ? ഞാനൊരു ഭരണം ഭരിക്കും ആദ്യം മോനെ ഇറങ്ങും അല്ലേ? നമ്മളിപ്പൊക്ക് ഹാപ്പി ഉള്ള എല്ലാ സംഭവങ്ങളും മാക്സിമം ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. നമ്മള് വീഡിയോയിലാണെങ്കിലും ഫണ്ണാക്കുന്നതോ ഒറ്റപ്പാടുണ്ടാക്കുന്നതൊക്കെ നിങ്ങള് മനസ്സിലാക്കണോ അല്ലേ? നമ്മള് കരയാണ്, നമ്മളെ ഉള്ളിൽ നമ്മള് കരയാണ്. പിന്നെ അത് അത്രയും വലിയ അല്ലേ മെയിൻ ആയിട്ടുള്ള ബ്ലോക്കാണ്. അന്ന് നമ്മൾ അനുഭവിച്ചത് എത്ര ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. 1.5 മണിക്കൂറാണ് എന്നോട് പറഞ്ഞത്. 1.5 മണിക്കൂറിനുള്ളിൽ സർജറി. അതും നമ്മക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇതില്ലേ? നമുക്ക് എക്സ്പീരിയൻസ് മാത്രമല്ലല്ലോ, ഇത് ഇതേപോലെ നിങ്ങളായാലും ഇപ്പായാലും ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി. അതായത് ഇവര് രണ്ടാളും ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരിയാണ് ഫുഡ്, ഇവർ എക്സസൈസ്. രാവിലെ ഒരു വടിയൊക്കെ എടുത്ത് മാപ്പിളും പെണ്ണുങ്ങളും നടക്കുക ട്ടാ. നിങ്ങളൊന്ന് റൂമിൽ പോയോക്കി ഇത് കുറച്ച്. അല്ല ഞാൻ അടിച്ചോരിട്ട് നിങ്ങൾ നടക്കി. ഇതൊക്കെ അടിച്ചോരിന്റെ സാധനങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ വൃത്തിയാക്കാൻ ഓനെ പറഞ്ഞു, ഓന് എന്നിട്ട് കേട്ടില്ല എന്നുള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങൾ നോക്കി താഴെ ഞാൻ ചെയ്തിക്കണ്. താഴെ അടിച്ചോരിക്കണ്. ഇതാ ഈ റൂമൊക്കെ കണ്ടില്ല, പൊടിയൊക്കെ വെക്കണ്. അത് ഈ ഇതൊക്കെ തട്ടിയ റാശി കേട്ടോ. അതൊക്കെ തട്ടി പിന്നെ വാക്കം പിടിച്ച് ഞാൻ അടിച്ചോരി ബെഡുമായി. അത് നിങ്ങള് ഇത് കാറ്റോട്ടല്ലോ, അതാണ്. ഓക്കെ,
അപ്പം ഇനി അതത് സൈബന്റെ സാധനങ്ങളാട്ടോ അത് വന്ന് എടുക്കണേ. ഇത് ഒരു സാധനം ഉണ്ട്. പിന്നെ ഇത് സൈബ കുറെ ആഗ്രഹിച്ച ഒരു സാധനമാണ്, ആഗ്രഹിച്ച് എന്നെ കൊണ്ട് വരുത്തിച്ചതാണ്. പിന്നെ ഇത് നമ്മളെ ഈ തുങ്കുള് പോലത്തെ ഈ സാധനം ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കുത്താൻ പറ്റിയ സ്റ്റിക്കാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇത് സ്റ്റിക്കറാണ്. ഇത് ആ സൈബ മോൾക്ക് നമുക്ക് അല്ലാതെ കൊടുക്കാം. ഇത് റാഷിന്റെ വകയുള്ള ഒരു വേറൊരു സാധനമാണ്. അത് നമുക്ക് ഓന്റെ ഇതിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ അല്ലേ അമ്മ? അല്ലേ? ഓക്കെ അല്ലേ? എന്റെ അടിച്ചോറിലൊക്കെ റെഡി അല്ലേ? ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. വെരി 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 വെരി. ഇനി നമുക്ക് സൈബമോളെ കൂട്ടണം അല്ലേ? ഓളോ റെഡി ആവാൻ പറയണേ. സൈബമോളെ കൂട്ടണം. ഇനി നമുക്ക് ഫുൾ പണികളാ. വാ, ഇതാണ് ഇട്ട്. ഇതെന്താ വേറല്ല? വേറെ എടുത്തില്ല? ആണോ? ഓക്കെ. ഇതെന്താ ഉറങ്ങിയിരുന്നു? ആരുമില്ല. അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മളിപ്പന്റെ അടുത്തേക്ക് പോവാ. ഇപ്പൊ വരുന്ന ആപ്പില്ല. ഓക്കെ വേമ അമ്മ ഉണ്ട്. ഓടിക്കോ ഓടിക്കോ. ഓൾക്ക് മാറ്റാണ്ട് അമ്മ എടുത്തിക്കണ. ഓക്കെ ഓക്കെ. മാറ്റിക്കോ മാറ്റിക്കോ. ഉറങ്ങിയിരുന്നു മോള്. ആ ധാരാ വന്നു നോക്കി. കണ്ട കണ്ട. നല്ല കാറ്റ് വരുന്നല്ലേ? നല്ല മഴന്റെ ഇതുണ്ട്. ഈ എന്താ മുഖം മൂടി വെച്ചിക്കണ്? വന്ന മൂടി ട്ടാ. സൈബ എന്നാലും ഈ വിളിക്കണേ കേട്ടോ. കേട്ടോ അത് മോശമായി പോയി. അപ്പൊ പോവല്ലേ? റെഡി അല്ലേ? ശരി. ബില്ലടിച്ചിട്ടല്ലേ? ഓക്കെ. നമ്മള് പോയിട്ട് ബില്ലടിക്കല്ലേ? അപ്പൊ ഇത് നിങ്ങള് തമ്മില് പിണക്കം മാറ്റി. സൈബ ഡാം ഇപ്പൊ വർത്താനം പറഞ്ഞു ചേട്ടാ. പോയിട്ട് നോക്കണം. അങ്ങനെ നമ്മുടെ മൊത്തം ബില്ലിങ് 1.38 കേട്ടോ. ആഫ്റ്റർ ഡിസ്കൗണ്ട് അല്ലേ? ഇത് ഒളിപ്പിച്ച് വെച്ചാളി. അത് വേണ്ട. സന്തോഷമുള്ള കാര്യങ്ങൾ ഇപ്പൊ കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. കൊടുക്കരുത്. അതുകൊണ്ട് എടുത്തുവെച്ചാല്. ബില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക് അല്ലേ? ഓക്കെ. After long അളിയാ ഓക്കെ അല്ലേ? അപ്പൊ വണ്ടിയിൽ ഇരുന്നപ്പോ ചെറുതായിട്ടൊരു ടയേർഡ് കൊയക്ക് വന്ന് ഒന്നല്ലേ? അത് കൊറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ടേ റെസ്റ്റ് അടിക്കപ്പ. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാ സൈബക്ക് സൈബന്റെ സാധനം അതാക്ക് പൊളിക്ക് പൊളിക്ക്. ഇതെന്താ കൊറേ നേരമായി ഓള് പറഞ്ഞു. ഞമ്മളോടൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു ഇതാക്കുന്നത്. ഏതോ നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് കണ്ടപ്പോ അന്ന് മുതലോള് അല്ലേ ഓർഡർ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. സാധനം കൈമേലെത്തി. ഓളേന്ന് മേടിച്ച് കൊടുത്തേക്കട്ടാ. ഇതാ പൊളിക്കണ്. ഒന്ന് പൊളിക്കോ? നല്ല ക്വാളിറ്റി ഉള്ള ഇലക്കുട്ടിയെ ഇവിടെ വാ. നിന്റെ പെങ്ങലെ കുട്ടിയാട്ടോ ഇലക്കുട്ടി. കുട്ടി ഈ കുട്ടി നോക്ക്. പിന്നെ ദാമുനതാണല്ലോ. കുട്ടിക്ക് കൊടുക്കടി. പിന്നെ ദാമുനാണല്ലോ. എടാ ഈ കുട്ടിക്ക് കൊടുക്കടി. രണ്ടാളോ ഒന്ന് വിളിച്ചേ. ജലമോള ഒന്നുകൂടി വിളിച്ച. ദാമു
ദാമ ഒച്ചണ്ടാക്ക്. അത് കണ്ട ഒച്ചണ്ടാക്കി. ഈ അടുത്തേക്ക് ആക്കോ മോളെ. ആ അത്തമുണ്ട് അതൊക്കെ. ആ ജിലക്കുട്ടി അങ്ങോട്ട് വെച്ച. ആ വേണ്ട. ദാമു എത്ര ദിവസമായിട്ട് കാണാൻ അറിയോ സൈബ? വിളിക്കലൊക്കെ നിർത്തിയിരുന്നു ദാമു. ചിലക്കുട്ടി വിളിക്കതിനെ. ചിലക്കുട്ടിയാ ഇതാ തന്റെ പെങ്ങള് മെസബ. മെസബ എന്നാണ് അവളെ പേര്. മെസബ മെസബ ആയി കൊടുക്ക്. അളിയാ സൈബ അത് കൊടുക്ക്. ഓൾക്ക് ഓൾക്ക് സ്റ്റിക്കർ കൊടുക്ക്. ഇതാട്ടോ ഓളെ സ്റ്റിക്കർ, കബായി സ്റ്റിക്കർ. ആ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തരാം കേട്ടോ. ആ അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തരാം. ആശുപത്രിയെ പറ്റി പറഞ്ഞോക്ക്. അതൊന്നും എന്താ കളിക്കണക്ക്? ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കുക. എന്താണ് എന്താണ് പച്ചത്തറ്റ? ആ പച്ചത്തറ്റ വിളിച്ചോക്ക്. വേണ്ട. കബായി സ്റ്റിക്കർ ഒന്ന് തുറന്ന് കാണിച്ചോണ്ട് എന്നിട്ട് വേണം ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. എത്ര നേരമായിന്ന് അറിയോ? തുറന്നൊന്ന് ഇതെവിടെ ഇരിക്കി. ഇരുന്നിട്ട് ഇവിടെ ഇരിക്കി. അത് പൊളിച്ച് ഞാൻ പൊളിച്ചറ്റ അല്ലാതെ ഇവിടെ ഇരിക്കി. ആ അതെ. ഹലോ അതാ സാധനം ഇതാ മക്കളെ സാധനം. ഇതെന്താ ട്രെൻഡാണോന്നുള്ള നിങ്ങളൊന്ന് കുട്ടികളുടെ വീട്ടിലുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ. കാരണം ഇവിടുത്തെ എത്ര ദിവസമല്ലേ അമ്മ ഈ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞില്ലേ? ആ അതാ കളിക്കണ്. ഇവിടെ വിടണില്ല ചേട്ടാ. ചിലമോളെ എന്തൊക്കെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ജമോ എന്താ വെച്ചേ? അപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നാളെ സ്പെഷ്യൽ അനൗൺസ്മെന്റ്. അതാണ് കിങ് ഗ്ലോ പറയാനുള്ളത്. ആ സർപ്രൈസ് എന്താന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യും. ഇത്രയും എന്റെ ഒരു വീഡിയോയില് പറഞ്ഞില്ലേ, നിങ്ങൾ ഗസ് ചെയ്യും എന്താന്നല്ലേ അല്ലേ അമ്മ? ഉപ്പനെ ഹാപ്പി ആക്കുന്നു. അടി ഇവിടെ വന്നേ മിസ്ബ, ഇവിടെ വാ. ഒരു നാളെ സ്പെഷ്യൽ സർപ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്യൂലേ അല്ലേ? നീ പറഞ്ഞോണ്ടിരിക്കുന്നു, ഇമ്മ പറഞ്ഞോണ്ടിരിക്കുന്നു, ആപ്പ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുക, എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്ന സംഭവം. അത് നാളെ നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ? ഈ ഹാപ്പി അല്ല അതില്? വിചാരിച്ച് നിക്കണായിരുന്നല്ലേ? സൈബ ഹാപ്പി അല്ലേ അതില്? നാളത്തെ സ്പെഷ്യൽ അനൗൺസ്മെന്റില് റാഷിയ ഹാപ്പി അല്ലേ? റാഷിയ ഉമ്മ ഹാപ്പി അല്ലേ? അമ്മ ഹാപ്പി അല്ലേ? പറയട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാ എനിക്ക് ഹാപ്പിയാണ്. അതെന്താ അറിയോ? എന്താ ചോദിക്കും എന്താ ഇതിന്റെ ബാത്റൂമിന്റെ ഡോർമല് കവായി സ്റ്റിക്കർ ഇന്ത്യ പറയാടാ പോത്തെ. ഇന്ത്യനെ പറ്റിട്ട് ഹാപ്പി അല്ലേ? അതിൽ എന്താ ഹാപ്പി? കവായി സ്റ്റിക്കർ എന്താ അറിയോ? എന്താണ് അറിയോ? നിങ്ങൾക്കറിയോ? 200 റുപ്യക്ക് കവായി ചെരുപ്പ് എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. കവായി സ്റ്റിക്കർ ആദ്യമായിട്ടല്ലേ? 1 റുപ്യന്റെ ബൂമർ വാങ്ങിയ ഒരു സ്റ്റിക്കർ കിട്ടുള്ളൂ. റാശി ഒരു കാര്യണ്ട്, ഇവള് പറഞ്ഞെന്താ അറിയോ? 4 സിങ്കിക്ക് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ച്. ഇപ്പൊ ഒരൊറ്റൊന്നും കൊടുക്കണില്ല. 4 സ്റ്റിക്കർ കൊടുക്കാന്ന്, ഷീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് മേടിപ്പിച്ച്. ഇത് അവിടെ കൊണ്ടുവരുന്നില്ലേ? ഡോക്ടർക്ക് സബ്സ്കോപ്പിൽ ഒട്ടിക്കാൻ ഒന്നും വേണമെന്ന് പറഞ്ഞു. അതെ, കബായി സ്റ്റിക്കർ. നോക്ക് ഇപ്പൊ നാളത്തെ ആ സ്പെഷ്യൽ അനൗൺസ്മെന്റിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? സർപ്രൈസിന് അളിയനെ ഹാപ്പി അല്ലേ? അപ്പൊ ഞാനും ഹാപ്പിയാണ്. കവായി സ്റ്റിക്കർ എന്താണെന്നറിയാം? കവായി സ്റ്റിക്കർ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും വെക്കാം.
കാരണം കുട്ടീന്റെ സ്റ്റെഗ് ഉപയോഗിക്കാതെ നമ്മൾ വേർതിരിക്കുക എങ്ങനെ വെച്ചാല് ഉപയോഗിച്ചു കഴിഞ്ഞാണ് ഒരു കവായ് സ്റ്റിക്കർ അയിമൊട്ടിക്കാം. സാധനം സെറ്റ്. അല്ല ഇതാ വലിച്ചെറിയുമ്പോ അപ്പൊ കവായി സ്റ്റിക്കർ ഒട്ടിച്ച് ഇവളാന്ന് മനസ്സിലാക്കൂലേ? ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രിക്ക് രാത്രി ബെഡിലൊക്കെ മൂത്രയിച്ച് കഴിഞ്ഞാല് അതിന് ഉപയോഗിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മള് നടക്കുന്നത്. ഫസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കാണ് കബായി. അതെ, സ്മൈൽ സ്മൈൽ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ നാളത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കാണാം. നാളത്തെ വീഡിയോയിലുണ്ട് ആ സർപ്രൈസ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഗസ് ചെയ്തോളി. അപ്പൊ എല്ലാരും നമ്മൾ ഉപ്പനെ ഹാപ്പി ആക്കുക അല്ലെ? എല്ലാരും ആഗ്രഹപ്രകാരം നമ്മൾ അത് അങ്ങോട്ട് ആക്കാണ്. ഇതിന് തങ്കലുണ്ട്. റാഷിദ് കഴിഞ്ഞി കൊറേ നേരമായി അപ്പം നിങ്ങൾക്ക് എന്തായാലും ചാനലും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? പിന്നെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട, നാളെ തന്നെ ബൈ ബൈ. ബൈ ബൈ.